ഹലോ, അപ്പോൾ എല്ലാവർക്കും പ്ലെക്സസ് യൂട്യൂബ് ചാനലിൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നന്ദന മാം, പ്ലെക്സസ് ലേണിങ്ങിൻ്റെ ഒരു മെൻറ്ററാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് എന്താണ് CUET അല്ലെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതിനെ പറ്റിയാണല്ലേ. അപ്പോൾ നിങ്ങളെല്ലാം +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണോ? ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ നിന്നും ഒരു ഡിഗ്രി എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാൽ നിങ്ങൾക്കുള്ള ബെസ്റ്റ് ഓപ്ഷനാണ് CUET അല്ലെങ്കിൽ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. നിങ്ങൾ +2 പഠിച്ച കോഴ്സ് ഏതുമായിക്കൊള്ളട്ടെ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള BA, BSc, LLB, BCom എന്നുള്ള പല കോഴ്സുകളും നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ പ്ലെക്സസ് ലേണിങ്ങിനെ പറ്റി നമുക്കൊന്ന് പറയാം. എന്താണ് പ്ലെക്സസ് ലേണിംഗ്? പ്ലെക്സസ് ലേണിംഗ് എന്ന് പറയുന്നത് CUETക്ക് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടുത്തെ മെൻറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എക്സ്പേർട്സും മെഡിക്കൽ സ്റ്റുഡൻസുമാണ്. അപ്പോൾ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതി എക്സ്പീരിയൻസ് ഉള്ള മെൻറ്റേഴ്സിനെയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഏകദേശം 350+ സ്റ്റുഡൻസാണ് പല ടോപ്പ് യൂണിവേഴ്സിറ്റീസിൽ അഡ്മിഷൻ കിട്ടിയത്. നമ്മുടെ ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രം നമുക്കതിലൊരു ഓൾ ഇന്ത്യ റാങ്ക് 66 ഉണ്ട്. പുതിയ ബാച്ചിന് അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്ലോട്ട്സ് ബുക്ക് ചെയ്യുക. ഇനി നിങ്ങളൊരു +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പോലും +2നോടൊപ്പം തന്നെ CUET കോച്ചിങ് ഞങ്ങൾ ലഭ്യമാക്കുന്നതാണ്. ഈവനിങ്സിലായിരിക്കും ക്ലാസ്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, നിങ്ങളുടെ സ്ലോട്ട്സ് ബുക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി നേരത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഏതൊക്കെയാണ് യൂണിവേഴ്സിറ്റീസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിയ, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇങ്ങനെ വലിയ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. കൂടാതെ 45ഓളം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും 41ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളും 30ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റികളും 130ഓളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുമാണ് ഈ എക്സാമിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എല്ലാത്തിനുള്ള അഡ്മിഷൻ ഈ ഒരു ടെസ്റ്റ് വഴി നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി പാറ്റേൺ ഓഫ് എക്സാം. എന്താണ് ഇതിൻ്റെ പാറ്റേൺ ഓഫ് എക്സാം? അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ ഓഫ് എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ടും ഇതൊരു അപ്പോൾ ഇനി പാറ്റേൺ ഓഫ് എക്സാം എങ്ങനെയായിരിക്കും? ഇതൊരു മെയിൻലി MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും. നിങ്ങളുടെ മിനിമം സബ്ജക്റ്റ് റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 3 സബ്ജക്റ്റാണ്. ഓരോ സബ്ജക്റ്റിനും 200 മാർക്ക് വെച്ച് മിനിമം മാർക്ക് റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ 600 മാർക്സ് ആണ്. ഇനി ഇതിൻ്റെ മീഡിയം എങ്ങനെയാണ്? നിങ്ങൾക്ക് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ഈ എക്സാം എടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട യൂണിവേഴ്സിറ്റീസിൽ ചില റിക്വയർമെൻറ്റ് ഉണ്ടാകും, സബ്ജക്റ്റ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ സബ്ജക്റ്റ് റിക്വയർമെൻറ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിക്വയർമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് അതിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ സെക്ഷൻസിലേക്ക് കടക്കാം. നമുക്ക് 4 സെക്ഷനാണുള്ളത്. സെക്ഷൻ 1A, സെക്ഷൻ 1B, സെക്ഷൻ 2 ആൻഡ് സെക്ഷൻ 3. അപ്പോൾ ഇത് ഓരോന്നും സെക്ഷൻ 1 45 മിനിറ്റ്, സെക്ഷൻ 2 45 മിനിറ്റ്, സെക്ഷൻ 3 45 മിനിറ്റ്. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ടൈം ഡിസ്ട്രിബ്യൂഷൻ. ഓരോ സെക്ഷൻ 1 50 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 40 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. സെക്ഷൻ 2ൽ 50 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 40 എണ്ണം നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. സെക്ഷൻ 3ൽ 60 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 50 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതിയായിരിക്കും. ഇനി ഇതിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കും? സിലബസ് എന്ന് പറയുമ്പോൾ സെക്ഷൻ 1 മൊത്തത്തിലെടുത്താൽ നിങ്ങളുടെ ലാംഗ്വേജ് ആയിരിക്കും അവർ അസസ് ചെയ്യുക. ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം. ഇംഗ്ലീഷിൽ മെയിനായിട്ട് എന്തായിരിക്കും ചോദിക്കുക? നിങ്ങളുടെ ഗ്രാമർ അസസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഒരു ഒബ്ജക്റ്റ്, ഒരു വേർബോ അങ്ങനെ എന്തെങ്കിലും ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ആൻസർ ചെയ്യുക. അതല്ലാതെ റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ടൈപ്പ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാം. അപ്പോൾ അത് നിങ്ങൾ പാസേജ് റീഡ് ചെയ്യുക, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതാണ് സെക്ഷൻ 1ൽ വരാം.
സെക്ഷൻ 2-ൽ എന്തായിരിക്കും? നിങ്ങൾ പഠിച്ച സബ്ജക്റ്റ് +2-ൽ നിങ്ങളുടെ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് +2 NCERT ബുക്കിലെ സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും സെക്ഷൻ 2-ൽ വരുന്നത്. സെക്ഷൻ 3-ൽ മെയിനായിട്ടും ജനറൽ നോളജ്, കറണ്ട് അഫെയേഴ്സ്, ആപ്റ്റിറ്റ്യൂഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഇത് സെക്ഷൻ 1-ൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സെക്ഷൻ 1-ൽ എങ്ങനെയാണ്? എ സ്മോൾ ഡാഷ് ബിറ്റ്വീൻ 2 children ended up as a group fight. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റ് ആൻസർ മാർക്ക് ചെയ്യുക. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പോസ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ. അടുത്ത റീഡ് ദ പാസേജ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ പാസേജിൽ നിങ്ങൾ ഈ പാസേജ് റീഡ് ചെയ്യുക. ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇനി ജനറൽ നോളജിൽ എങ്ങനെയാണ് വരുന്നത്? കറണ്ട് അഫെയേഴ്സ് ഉണ്ടാവും. അതുകൂടാതെ ഇതുപോലത്തെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ടാവും. ഇഫ് 26 January 2020 was Sunday, then what day of the week was it on 16th March of that year? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. അതുകൂടാതെ ഇതേപോലത്തെ പ്രോബ്ലം ഫിഗർ പാറ്റേൺ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അടുത്ത ഫിഗർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇതിനുള്ള റൈറ്റ് ആൻസറും നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കുക കേട്ടോ. ഇനി നമുക്ക് മാർക്കിംഗ് സ്കീമിലേക്ക് വന്നാൽ ഇതൊരു നെഗറ്റീവ് മാർക്കുള്ള ഒരു എക്സാമാണ്. അപ്പോൾ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് വേണം ആൻസേഴ്സ് മാർക്ക് ചെയ്യാൻ. ഇനി മാർക്കിംഗ് സ്കീം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ഓരോ റൈറ്റ് ആൻസറിനും +5 മാർക്ക് വെച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. +5 മാർക്ക് ഓരോ റൈറ്റ് ആൻസറിനും +5 മാർക്ക്. ഇനി ഒരു ക്വസ്റ്റ്യൻ തെറ്റിപ്പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 1 മാർക്ക് ഡിഡക്റ്റ് ആവുകയാണ് ചെയ്യുക. 1 മാർക്ക് ഡിഡക്റ്റ് ആവും. ഇതാണ് ഇതിൻ്റെ മാർക്കിംഗ് സ്കീം. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉറപ്പുള്ളത് മാത്രം മാർക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതൊക്കെ ഭയങ്കര പാടുള്ള കാര്യമല്ലേ, നമുക്കിതൊക്കെ പറ്റുമോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ബോണസ് ടിപ്സ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ നിങ്ങളത് അപ്ലൈ ചെയ്യാൻ നോക്കുക മാക്സിമം. അതൊരു വേറെ ഡയമെൻഷനിൽ നിന്ന് ചിന്തിക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക അതൊക്കെ എങ്ങനെ പറ്റും? അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കൂടുതൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. കൂടുതൽ മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് കാണുമ്പം നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിന് നല്ല ഫെമിലിയർ ആയിരിക്കും. അതെങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും. അത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെയും ചിന്തിക്കാം അല്ലേ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. മോർ ദാൻ എനിത്തിങ് പ്ലാൻ ആൻഡ് റിവൈസ്. നിങ്ങളൊരു കാര്യം പഠിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു കാര്യം റിവൈസ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളൊരു കാര്യം പഠിക്കുമ്പോൾ ജസ്റ്റ് അതിൻ്റെ നോട്ട് ഉണ്ടാക്കാം. കറക്റ്റ് ഇൻ്റർവെല്ലിൽ അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എക്സാമിന് എല്ലാം ടപ്പേന്ന് റീകളക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. Thanks for watching, and this is me Nandana DV signing off for today.